ആ രാജേട്ടോ, ഞങ്ങളോടൊക്കെ എല്ലാ കടയും പൂട്ടി, വണ്ടിയും നടന്നുണ്ട്. ഇവിടെ കാര്യം വന്നില്ലേ? ഇവിടെ ഒന്നും ആരും വന്നൊന്നുമില്ല. ആ എന്താ രണ്ടപ്പം മുട്ടക്കറി? പൊറോട്ട വെച്ചിട്ട് എത്ര നേരമായിട്ടാ? അടുത്തെങ്ങനെ കിട്ടുമോ ഇത്? അവിടെ പൊറോട്ട എടുത്ത് കൊടുത്താ ഈ തിരക്കുള്ള സമയത്ത് നീ ആർക്ക് വിളിക്കണോ? ഫോണത്തോല് അമ്മൂമ്മയുടെ അടിയന്തരം വിളിക്കണം. ഹലോ, എടാ ഇവിടെ തുറന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, വേഗം കൊണ്ടുവന്ന് ഇനി ഫോൺ ചെയ്ത ആളാണ്. രാവിലെ തന്നെ കടയിൽ തുറന്നിരുന്നോളൂ, ബാക്കിയുള്ളൊരു പണിയുണ്ടാക്കാനായിട്ട്. ഈ ഹർത്താലോടൊന്ന് വെറുതിരിക്കാൻ മതി. കാരണം രമേശ് ഞാൻ വിളിച്ചോക്കാം. കഴിഞ്ഞില്ലടാ. ഹലോ രമേശ് ചേട്ടാ, ഞാൻ അഴകനാണ്. എന്താ ചേട്ടൻ ഇപ്പൊ എവിടെയാണ്? എടാ, ഞാൻ ഈ കവലയിൽ കുറച്ച് കടകൾ അടപ്പിച്ചോണ്ടിരിക്കണം. നീ കാര്യം പറ. ചേട്ടാ, ഇവിടെ അച്ഛനും കട തുറന്നിട്ടുണ്ട്. രാജു ചേട്ടൻ തുറന്നിട്ടുണ്ടാ? ആന്നേ, ഞങ്ങൾ പറഞ്ഞാണ്. അത് രാവിലെ തുറന്നു വെച്ചേക്കാണ്. ഓ, എന്തായാലും ഞങ്ങളവിടെ വരട്ടെ, വന്നിട്ട് നോക്കാം. എടാ നീ കട്ടി. രാജേട്ടൻ കട തുറന്നു വെച്ചിട്ടുണ്ട്. ആണോ? വാ, ഇപ്പൊ തന്നെ പോ. ആ പൊങ്ങെടുത്ത് കാരണവരവിടെ കിടന്ന് വെച്ച് പറഞ്ഞാൽ ആ ഭ്രാന്ത്. ചായ ഒന്ന് കൊടുത്തോട്ടെ, വരാം. എന്നാ പുട്ടെടുത്തോണ്ടോ? ഇനി പുട്ടും വേണോ? ഉണ്ടാക്കിയില്ലേ? എടുത്തോണ്ട് നോക്കാം. പുട്ടെടുത്തോണ്ട് വന്നോന്ന്. നീ ഒന്നും ഉണ്ടാക്കണ്ട, കട കൂട്ടും. പുട്ടെന്തേ വാട വിട്ടെ. എല്ലാരും പോണേള്ള കൊള്ളാലോടാ രമേശൻ ചേട്ടോ. രാവിലെ മുതൽ കട അടപ്പിക്കാൻ തുടങ്ങിയ വിഷമം ഉപ്പാറൊന്നും. ഇവനാ പറഞ്ഞു ഇവിടെ കട തുറന്നിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായാലോടാ. സാധാരണ ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത. ചേട്ടാ, ചേട്ടൻ എല്ലാ ഹർത്താലും കട ധൈര്യം ഒക്കെ തുറക്കാം. ഞങ്ങളുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഉറ്റിപ്പുട്ടും കൂടെ എടുത്ത് ഇവിടെ പുട്ടുകൊണ്ടേ കൊടുക്കണ. നാളെ ചെയ്യാതെ ആ സേർത്തി വെച്ച ആൾക്ക് സീറ്റ് എടുത്ത് കൊടുക്കുക. പുട്ടി ഞാൻ കൊടുത്തോളാം. ഒരു കുറ്റി മതിയാ? ഇവിടെ ഇട്ടോ. ഓക്കെ. ഹലോ, അതെ, തണുത്ത മിനറൽ വാട്ടർ ഉണ്ടോ? ഇല്ല, തണുത്തൊന്നുമില്ല. അഴകനല്ലേ? അതെ. എന്നെ മനസ്സിലായില്ല? പ്രവീണേണ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് എന്റെ കൂടെ പഠിച്ച അഴകൻ? ഓ, അത് ഇയാളായിരുന്നു. അതെ. ഇയാളല്ലേ വലിയ കലാകാരനാണെന്നൊക്കെ നീ പറഞ്ഞേ? എന്നിട്ട് ഈ പെട്ടിക്കടയിൽ നിൽക്കാണോ? ഇപ്പൊ പ്രോഗ്രാംസ് ഒന്നും ഇല്ലേ? ഇല്ല, ഞാനിവിടെ ഗസ്റ്റ് ആയിട്ട് ഇങ്ങനെ. അല്ല, ഇത് അച്ഛൻ്റെ ഇടയാണ്. അപ്പൊ ഗസ്റ്റ് ഇങ്ങനെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അച്ഛന് വെറുതെ ഒരു നേരം. ചേട്ടൻ ഇവിടെ നിൽക്കുവാണോ? എന്തുപറ്റി? ആ സുരാജ് വെഞ്ഞാറും കൂടെ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുവാ. 3-4 മിസ് കോളായി. സുരാജ് ഇന്നലെ അമേരിക്കൻ പരിപാടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിനായിരിക്കും. ചെന്ന് തിരിച്ചു വിളിച്ച മോൻ. വന്നേ. ഇതെന്റെ ഭാര്യയുടെ ദിവ്യ. എനിക്കറിയാം, പ്രവീണയല്ലേ? ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് സമയം കളയാണ്ട് വേഗം ചെന്ന് തിരിച്ചു വിളിച്ചേ. അതൊന്നും തോന്നരുത് കേട്ടോ, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ചെല്ലട്ടെ. ശരിക്കും സുരാജ് വിളിച്ചാടി. പിന്നെ സുരാജ് ഒന്നും വിളിച്ചൊന്നുമില്ല. പിന്നെ അവിടെ നാറാതിരിക്കാൻ വേണ്ടി ഞാൻ രക്ഷപ്പെടുത്തിയതല്ലേ. അതെ, ഇനി കടയിലൊന്നും നിൽക്കൊന്നും വേണ്ട, ഞാൻ നിന്നോളാം. അങ്ങനെ ചേട്ടന്റെ സ്റ്റാറ്റസ് ഒന്ന് കളയണ്ട. വേണ്ട. ഹലോ ഹലോ, നിലവിൽ കനകൻ ചേട്ടനല്ലേ? ആ, കനകനാണ്. നിലവിൽ എന്താ പ്രശ്നം? ചേട്ടാ, ഇവിടെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഒരാഴ്ചയായി. ഇടയ്ക്ക് നൂല് പോലെ വരും. നിലവിൽ നൂല് പോലെ വരുന്നുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാൻ വാട്ടർ അതോറിറ്റിയിലേക്ക് ഒന്ന് വിളിക്കട്ടെ. ഈ മെമ്പറായി പിന്നെ ഭയങ്കര പ്രശ്നമാണ്. നാട്ടുകാർ മൊത്തം വിളിയാണ്, വെള്ളമില്ല കറണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. നിലവിൽ ആ ഫോണും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ പ്രശ്നം തീരില്ലേ? അതെ, അടുത്ത പ്രാവശ്യം വോട്ടർമാരെ പോയി കാണാനുള്ളതാണ്. ചെറിയ കള്ളത്തിലൊക്കെ ഉണ്ടല്ലേ? ഈ ഫീൽഡിൽ പിടിച്ചെങ്കിൽ അത്യാവശ്യം കുറച്ച് കള്ളത്തിലൊക്കെ വേണം. ഇവിടെ ഏതൊരു വിളിയാണല്ലോ. ദിവ്യാണോ? ആ, നിന്റെ പെണ്ണും പിള്ളേനെ സമ്മതിക്കണം കേട്ടോ. എന്തൊരു പണിയാടാ കൊച്ചു കട കിടന്നിരിക്കണത്. ഒരു ദിവസം കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി പോയിട്ടോ. എൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ ഓടിച്ചേനെ. ഒന്നും മിണ്ടാതിരുന്ന കനകൻ ചേട്ടാ. അവൻ അച്ഛനാമോളന്റെ സെലിബ്രേഷൻ നടക്കുമ്പോഴാണ് അവന്റെ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങൾ പറയണത്. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ലടാ, എനിക്കറിയാവുന്ന കാര്യമില്ല ഇതൊക്കെ. എന്തായാലും കളിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇല്ലേട്ടാ? ആ,
എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഒരെണ്ണം കൂടി ഒഴി. അഴക ആ ഒന്ന് താഴോട്ട് വരാവോ? എന്ത് ചെയ്യട്ടെ? ചെല്ലി ഞാൻ മേടിച്ചൊന്നു പറയരുത്തിട്ടാ. അഴകൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അവൾ ഒരുപാട് നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് പിന്നെ ഇവിടെ റേഞ്ച്. പിന്നെ അത്യാവശ്യം പറഞ്ഞപ്പോ ആ റോണിയാ പറഞ്ഞേ ഇവിടെ കാണുമെന്ന്. അത് പോയി കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു ബ്ലീഡിങ് പോലെ വന്നു. അതിനെ അവള് വിളിച്ചോണ്ടിരുന്നത്. ഫോൺ എടുത്തില്ലല്ലോ. പിന്നെ അവൾ എന്നെ വിളിച്ച്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാനെന്റെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് ഹോട്ടലിൽ പണിയെടുക്കാനല്ല. എനിക്കിതിക്കുള്ളൊന്നും പറയാനില്ല. പറഞ്ഞാൽ ശരിയാകല്ല. അതാ വണ്ടി എടുത്തേ വെറുതെ. നീ വെറുതെ സീനൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടാ. അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. ഇപ്പൊ അവിടെ നിന്ന് എന്തായിട്ടെന്ന് എനിക്കറിയാം. നീ എന്താ അവള് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എത്ര നേരമായി അവള് വിളിക്കണു? പച്ചക്കറി താനെന്റെ കൊച്ചിനെ കൊന്നളഞ്ഞല്ലോ. തനിക്ക് ഞങ്ങളെ കൂടി അങ്ങോട്ട് കൊന്നളയാൻ പാടില്ലായിരുന്ന? എന്റെ അമ്മയും വെള്ളുപിള്ളി തന്റെ അടിമകളാണ് താൻ വിചാരിച്ച? തന്റെ കടയില് ഒതുക്കത്തെ പണിയാണ് അവക്കിതിന് പറ്റിയത്. അമ്മ വിട്ടേ, തന്റെ കടയിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയല്ലോ ഞാനിവിടെ കെട്ടിക്കൊണ്ടുവന്നത്. പണ്ടുകൂടി താനിങ്ങനെയാണോ? എന്ത് കാര്യം അമ്മേനെ ചെയ്തു തരും. ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ടോ ഞങ്ങളോട്? എന്നിട്ട് ഇവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് 10 പൈസ ഇവർ കൊടുത്തിട്ടുണ്ടോ? അമ്മയുടെ ഓപ്പറേഷൻ 2000 കുലുമേ കൊണ്ട് നടന്നേക്കണം. എല്ലാം കൂടി കെട്ടിപ്പിടി വെച്ചോ. തനിക്ക് ചാപ കൊണ്ടോ അതെ ഒടുക്കത്തെ കൊണ്ടോക്ക്. ഇയാൾക്ക് കാശിനോട് മാത്രം സ്നേഹമുള്ളൂ, നമ്മളോട് സ്നേഹമില്ല. അമ്മ മാറിയേ. കുറെ നാളായി ഞാൻ സഹിക്കുന്നത്. അങ്ങനെ കോപ്പി ചായക്കണം കത്തിക്കാണത്. ഇത് മേലിൽ ഇവിടെ കൊണ്ട് പണിയെടുപ്പിക്കണല്ല. തനി സ്വഭാവം തന്നെ അറിയാം.